ബീഹാറിൽ മഹാസഖ്യ സർക്കാർ വീണു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ബി.ജെ.പി. പിന്തുണയോടെ ഇന്ന് വൈകുന്നേരം വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ബീഹാറിലെ പാവങ്ങൾ ചിന്തിക്കുന്നത് രാവിലെ രാജിവെച്ച് വീണ്ടും വൈകിട്ട് മുഖ്യമന്ത്രിയാണ്. ഇതെന്ത് കളിയെന്നായിരിക്കും. അധികാരം വിട്ട് ഒരു കളിക്ക് നിൽക്കാത്ത ഇദ്ദേഹത്തിന് ഇതൊക്കെ വെറും ഒരു പകിടകളി മാത്രം. 72കാരനായ ഇദ്ദേഹത്തിന്റെ 8ാമത്തെ ചാട്ടമാണിത്. രാം മന്ദിർ ഉദ്ഘാടനത്തോടുകൂടെ ഇന്ത്യ മുന്നണിയുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം മമത, പിന്നെ ഇദ്ദേഹം. നമ്മുടെ രാഹുൽജി ഭാരത് ചോഡോ ന്യായ യാത്ര ഉപേക്ഷിച്ച് ഡൽഹിക്ക് പറന്നു. എന്നാൽ ബീഹാറിൽ ബി.ജെ.പി. പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ ബി.ജെ.പി. നിബന്ധന വെച്ചിരുന്നു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് ശേഷം മാത്രമേ പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് നൽകുമെന്നായിരുന്നു ബി.ജെ.പി. നിലപാടെടുത്തത്. ഇതേ തുടർന്ന് നിതീഷ് കുമാർ രാജി നൽകുകയായിരുന്നു. ചാട്ടത്തിൽ അതിപ്രശസ്തനായ ഇദ്ദേഹത്തിന്റെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തുകടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഭാവിയിൽ നിതീഷുമായുള്ള സഖ്യം അസാധ്യമാണെന്ന് സംസ്ഥാന നേതാക്കൾ പ്രസ്താവനകൾ തുടരുമ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തെ വീണ്ടും കൂടെ കൂട്ടാൻ ബി.ജെ.പി. തയ്യാറാവുകയായിരുന്നു. നിതീഷ് കുമാറിന്റെ പിന്തുണയില്ലാതെ ബീഹാറിൽ ബി.ജെ.പിക്ക് ചുവടുറപ്പിക്കാൻ സാധിക്കാത്തതായിരിക്കാം അതിന് കാരണം.